വിശ്രമമുറി നവീകരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ടിടിമാർ സമരം ചെയ്യുന്നു. ഒലവക്കോട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമിൽ കിടന്നാണ് ടിടിമാർ സമരം ചെയ്യുന്നത്. വിശ്രമമുറികൾ നവീകരിക്കണമെന്ന് റെയിൽവേ ബോർഡ് നിർദ്ദേശമുണ്ടായിട്ടും ഡിവിഷനുകൾ അത് പാലിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. വനിതാ ടിടിമാർക്കായി പ്രത്യേക വിശ്രമമുറി വേണമെന്നും ആവശ്യമുണ്ട്. ടി നന്ദഗോപാൽ പാലക്കാട് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. വിശ്രമമുറി നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പാലക്കാട് ഒലവക്കോട് റെയിൽവേ ജംഗ്ഷൻ സ്റ്റേഷനിൽ ഈ ടിടിമാർ ഇപ്പോൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഈ വിശ്രമമുറികളിൽ ഇല്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട പരാതി. ഇവർക്ക് വിശ്രമമുറികൾ നവീകരിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാവുന്നതാണ്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം? ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ടി റെസ്റ്റോറന്റുകൾ AC ആയിട്ട് നവീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിലവിലെ പാലക്കാട്, മംഗലാപുരം, ഷൊർണൂര് തുടങ്ങിയിട്ടുള്ള റെസ്റ്റ് റൂമുകൾ മുഴുവൻ വളരെ ദയനീയ അവസ്ഥയാണ്. അവിടെ രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇവൻ ട്രെയിനിലെ ചൂട് ഒഴികെ നമ്മുടെ റെസ്റ്റ് റൂമുകളും ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇവിടെ തന്നെ 40-45 ഡിഗ്രി ചൂടാണ്. അതിനകത്ത് കിടക്കാൻ കഴിയില്ല. ഫാൻ ഓടുന്ന മുഴുവൻ ചൂടുകാറ്റാണ് വരുന്നത്. ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് റൂമുകളൊന്ന് നവീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. പലപ്പോഴായി ഉന്നയിച്ചിട്ടും ഇതിലൊരു പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെ ഉന്നയിച്ചില്ല. ഈവൻ പാലക്കാട് ഡിവിഷൻ മാത്രമല്ല, സേലം ഡിവിഷൻ, എല്ലാ ഡിവിഷനും മാത്രം ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുടിവെള്ളം പോലും നാഗർകോവിലിൽ പോയി കഴിഞ്ഞാൽ കുടിവെള്ളം പോലും കിട്ടുന്നില്ല. ഞങ്ങൾ പൊതുവെ പ്രൈവറ്റ് റൂം എടുത്ത് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരികയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരുപാട് തവണ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിനൊന്നും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇതും കിട്ടിയിട്ടില്ല. സ്ത്രീകൾക്കും പ്രത്യേകമായ, അതായത് വനിതാ ടിടിമാർക്കും പ്രത്യേകമായ വിശ്രമ മുറികൾ വേണമെന്നുള്ള ഒരു ആവശ്യം കൂടെ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വനിതകൾക്ക് ആവശ്യമായ സൗകര്യമുള്ള വിശ്രമ മുറികളില്ല എന്നുള്ളതാണോ? തീർച്ചയായും അതൊരു ഭാഗം മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് വിശ്രമമുറി ഒരു പ്രധാന ഘടകമാണ്. അതുപോരാതെ തന്നെ നമ്മുടെ സംരക്ഷണവും ഒരു വലിയ പ്രശ്നമുള്ള ഇതാണ്. നമ്മൾ എത്രയോ പബ്ലിക്സിനെ നേരിടുന്നതാണ്. നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അതില്ല. അതില്ലാത്തടത്തോളം നമുക്ക് എങ്ങനെ സേഫായിട്ട് വർക്ക് ചെയ്യാം? നമ്മുടെ വരുന്ന പാസഞ്ചേഴ്സിന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതുപോലെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഇല്ലാത്തടത്തോളം നമ്മൾ എങ്ങനെ സേഫായി നമ്മൾ വർക്ക് ചെയ്യും? നമ്മളെ ടൈമിൽ ഒരുപാട് പബ്ലിക്സിനെ നേരിടുന്നതാണ്. നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രൊട്ടക്ഷൻ, അതുപോലെ വിശ്രമമുറികൾ, ഇത് മാത്രമാണ്. അല്ലാണ്ട് ഒരുപാട് ഓവറായിട്ടുള്ള ഒരു ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടില്ല. ഇവരുടെ ഏറ്റവും കുറഞ്ഞ ആവശ്യങ്ങൾ പോലും അംഗീകരിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ഒലവക്കോട്, ഷൊർണൂർ, മംഗലാപുരം ജംഗ്ഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഇങ്ങനെ ടിടിമാർ ഇരുന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ് എന്നുള്ളതും അടിയന്തരമായി ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതും ഇവർ ചൂണ്ടിക്കാട്ടുകയാണ്. നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.